അന്നേരം ഇന്നൊരു സുപ്രധാനമായ വിഷയം അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. സർപ്രൈസ് ഒന്നുമില്ല എന്നറിയാം. RSPയുടെയും UDFൻ്റെയും കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമാണ്. കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി സഖാവ് NK പ്രേമേന്ദ്രനെ വീണ്ടും കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UDF സമിതിയെ തീരുമാനം അറിയിച്ചു. അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തികഞ്ഞ ആത്മാഭിമാനത്തിൽ നിന്ന്, അഭിമാനബോധത്തിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2014 UDFൻ്റെ ഭാഗമായി RSPക്ക് സീറ്റ് നൽകുകയും സഖാവ് NK പ്രേമേന്ദ്രനെ അന്ന് സ്ഥാനാർത്ഥിയാക്കി. 2 ടേമിൽ അദ്ദേഹം കൊല്ലത്തെ പ്രതിനിധീകരിച്ചു. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിലേക്ക് ഒരു MPയുടെ പ്രവർത്തനം എങ്ങനെയാകണം എന്ന് അദ്ദേഹം ഈ കാലയളവിൽ തെളിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ, വിഭാഗീയ രാഷ്ട്രീയത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെയുള്ള ഏറ്റവും വലിയ ശബ്ദമായി പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് മാറ്റാൻ സാധിച്ചു. മാത്രവുമല്ല, മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സമാനതകളില്ലാത്ത നിലയിലേക്കുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രവുമല്ല, സാധാരണ ജനങ്ങളുടെ ഇടയിൽ എന്നും ഒരു നിറസാന്നിധ്യമായി പ്രേമേന്ദ്രന് ഈ 10 വർഷക്കാലവും പ്രവർത്തിക്കാൻ സാധിച്ചു. നിരവധി അപവാദ പ്രചരണങ്ങളെയൊക്കെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് സമയാസമയങ്ങളിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും 2014 തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പദപ്രയോഗമായിരുന്നു പ്രേമേന്ദ്രനെതിരെ പിണറായി ഉന്നയിച്ചത്. 2019 വന്നപ്പോൾ വേറെ ഒരു തന്ത്രം പ്രയോഗിക്കുകയുണ്ടായി. 2024 പുതുതായി ഒന്നും പ്രയോഗിക്കാനില്ലാത്തത് കൊണ്ട് വീണ്ടും പഴയ ആ കുതന്ത്രം പൊടി തട്ടി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവിടെ യേശുന്ന കാഴ്ചയല്ല കണ്ടത്. അതുകൊണ്ട് തന്നെ കൊല്ലം സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ 2024 തെരഞ്ഞെടുപ്പിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അവിടുന്ന് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. രാജ്യത്തെ പൊതുസ്ഥിതി ഇപ്പോൾ പലരും BJPക്ക് 370 സീറ്റ് എന്നൊക്കെ പ്രവചിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് 2004 ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് ഒരു സാധ്യതയുമില്ല, വാജ്പേയി BJP ഗവൺമെൻറ് തിരിച്ചു വരാൻ പോകുന്നു എന്ന് അന്ന് ഇന്നത്തേന് സമാനമായ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഫലമാണ് ഉണ്ടായത്. ഇന്ന് രാജ്യത്തെമ്പാടുമുള്ള വിലക്കയറ്റവും ജനങ്ങളുടെ പ്രാരാബ്ധവും പട്ടിണിയും വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അതിന് ഉള്ള വിധിയെഴുത്ത് തന്നെ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതൊരു സൈലൻ്റായിട്ടുള്ളൊരു വിധിയെഴുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ മോഡി ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള പോരാട്ടം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ സഖാവ് NK പ്രേമേന്ദ്രൻ ആ ഉത്തരവാദിത്വം തുടർന്ന് നിറവേറ്റാനുള്ള ഒരവസരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു.